നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. അടുത്ത 3 മണിക്കൂറിൽ 7 ജില്ലകളിൽ റെഡ് അലർട്ട്. കനത്ത മഴയ്ക്ക് പിന്നാലെ കുതിരാൻ തുരങ്കത്തിന് സമീപം മണ്ണിടിച്ചിൽ. തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 2 ഇടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞത്. വനമേഖലയിലെ പാട്ടക്കാലാവധി അവസാനിച്ച കൃഷിഭൂമിയിൽ സ്വകാര്യ വ്യക്തികൾക്ക് പ്രവേശിക്കാനോ കൃഷി നടത്താനോ അവകാശമില്ലെന്ന് ഹൈക്കോടതി. വനഭൂമിയിലെ കൃഷിക്കെതിരെ നൽകിയ ഹർജിയിലാണ് നിർണായക ഉത്തരവ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. അടുത്ത 3 മണിക്കൂറിൽ 7 ജില്ലകളിൽ റെഡ് അലർട്ട്. ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അടുത്ത 3 മണിക്കൂറേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്കാണ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചത്. അതേസമയം സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. നാളെ കൂടി മഴ തുടർന്നേക്കും. മറ്റന്നാൾ മുതൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. അതിനിടെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. തീരദേശ മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. മീഡിയ ടൈം, കൊച്ചി. കനത്ത മഴയ്ക്ക് പിന്നാലെ കുതിരാൻ തുരങ്കത്തിന് സമീപം മണ്ണിടിച്ചിൽ. തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 2 ഇടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞത്. ഹൈവേ കൺട്രോൾ റൂമിലെ പെട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിലവിൽ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കോണത്തുകുന്ന് കാരുമാത്ര സ്കൂളിന് സമീപം താമസിക്കുന്ന മംഗലത്ത് കവിതയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. മേൽക്കൂര തകർന്നു വീഴുന്നതിന് മുൻപ് ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടിയതിനാൽ ആളപായമില്ല. പുതുക്കാട് മടവാക്കരയിൽ ശക്തമായ കാറ്റിൽ തേക്ക് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ഓലവർക്കട സ്വദേശി രാമചന്ദ്രന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. മരം റോഡിലേക്ക് വീണതോടെ ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. പുതുക്കാട് മടവാക്കരയിൽ ശക്തമായ കാറ്റിൽ തേക്ക് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ഓലവർക്കട സ്വദേശി രാമചന്ദ്രന്റെ ഓടിട്ട വീടിന് മുകളിലാണ് തേക്ക് വീണത്. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലാണ് അപകടം. അലപ്പാട് കുണ്ടൻപോളിന്റെ പറമ്പിലെ തേക്കാണ് കടപുഴകി റോഡിലേക്കും വീടിന് മുകളിലേക്കും വീണത്. മരം റോഡിൽ വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വൈദ്യുതി കമ്പികളും പൊട്ടി വീണതോടെ പ്രദേശത്ത് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ഏകദേശം 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തേക്ക് മുറിച്ചു മാറ്റി. ഇതോടെയാണ് റോഡിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മീഡിയ ടൈം, പുതുക്കാട്. കുന്നംകുളം സ്വകാര്യ ബസ് അപകടത്തിൽ ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കേച്ചേരി സ്വദേശി അബ്ദുൾ സലാമാണ് കീഴടങ്ങിയത്. അപകടത്തിൽ 2 സ്ത്രീകൾ മരിച്ചിരുന്നു. കുന്നംകുളം പാറേമ്പാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ബസ് ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കേച്ചേരി സ്വദേശി അബ്ദുൾ സലാമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ബോധപൂർവമല്ലാത്ത നരഹത്യ, അശ്രദ്ധമായും അമിതവേഗതയിലും വാഹനം ഓടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത്. കുറ്റിപ്പുറത്ത് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് 2 കാറുകളിലും ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചു കയറി. തുടർന്ന് മതിലും ഗേറ്റും തകർത്താണ് ബസ് വീട്ടുമുറ്റത്ത് നിന്നത്.
അപകടത്തിൽ 2 സ്ത്രീകൾ മരിച്ചു. കാറിൽ യാത്ര ചെയ്തിരുന്ന കുന്നംകുളം പോർക്കുളം സ്വദേശി 17 വയസ്സുള്ള റിയ ഫാത്തിമ, ബൈക്ക് യാത്രക്കാരിയായ അയ്യമ്പറമ്പ് സ്വദേശിനി തങ്കമണി എന്നിവരാണ് മരിച്ചത്. മീഡിയ ടൈം, തൃശൂർ. അതിരപ്പള്ളി കല്ലൽ വനമേഖലയിലെ പാട്ടക്കാലാവധി അവസാനിച്ച കൃഷിഭൂമിയിൽ സ്വകാര്യ വ്യക്തികൾക്ക് പ്രവേശിക്കാനോ കൃഷി നടത്താനോ അവകാശമില്ലെന്ന് ഹൈക്കോടതി. വനഭൂമിയിലെ പൈനാപ്പിൾ കൃഷിക്കെതിരെ നൽകിയ ഹർജിയിലാണ് നിർണായക ഉത്തരവ്. അതിരപ്പള്ളി കല്ലൽ വനമേഖലയിലെ കൃഷിഭൂമിയുടെ പാട്ടക്കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് അവിടെ പ്രവേശിക്കാനോ കൃഷി നടത്താനോ അവകാശമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വനമേഖലയിൽ പൈനാപ്പിൾ കൃഷി നടത്തുന്നതിനെതിരെ ഏഞ്ചൽസ് നായർ നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. ചീഫ് ജസ്റ്റിസ് സൗമ്യൻ സെൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. പാട്ടക്കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ നിലവിൽ വനമേഖലയിൽ കൃഷി നടത്താനോ പ്രവേശിക്കാനോ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം പാട്ടം പുതുക്കി നൽകുന്നതിനോ കൃഷി തുടരുന്നതിനോ ആവശ്യമായ അനുമതിക്കായി പ്ലാന്റേഷൻ കോർപ്പറേഷനെ വീണ്ടും സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ഏകദേശം 600 ഹെക്ടർ വനഭൂമിയിൽ പൈനാപ്പിൾ കൃഷി നടക്കുന്നതായാണ് ഹർജിക്കാരന്റെ പരാതി. വനഭൂമി വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടയണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. മീഡിയ ടൈം, കൊച്ചി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. അടുത്ത 3 മണിക്കൂറിൽ 7 ജില്ലകളിൽ റെഡ് അലർട്ട്. കനത്ത മഴയ്ക്ക് പിന്നാലെ കുതിരാൻ തുരങ്കത്തിന് സമീപം മണ്ണിടിച്ചിൽ. തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 2 ഇടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞത്. വനമേഖലയിലെ പാട്ടക്കാലാവധി അവസാനിച്ച കൃഷിഭൂമിയിൽ സ്വകാര്യ വ്യക്തികൾക്ക് പ്രവേശിക്കാനോ കൃഷി നടത്താനോ അവകാശമില്ലെന്ന് ഹൈക്കോടതി. വനഭൂമിയിലെ കൃഷിക്കെതിരെ നൽകിയ ഹർജിയിലാണ് നിർണായക ഉത്തരവ്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.